Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയുടെ ഇന്നത്തെ ക്യാൻഡിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? നിഫ്റ്റിയുടെ ക്യാൻഡിൽ ഒരു ഡോജി ആണല്ലേ. ഡോജി ഇൻഡിക്കേറ്റ്സ് ഇൻഡിസിഷൻ ഇൻ ദ മാർക്കറ്റ്. ആൻഡ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. ആൻഡ് ഇനീഷ്യൽ നമ്മൾ ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലൈവ് ട്രേഡിംഗ് വീഡിയോനകത്ത് അറൗണ്ട് ഈ ഒരു സോണിൽ നമ്മൾ കോൾ ഓപ്ഷൻ സെല് ചെയ്തിരുന്നു അല്ലേ. ആൻഡ് അത്യാവശ്യം ചെറിയ പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. ആക്ച്വലി റൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻറ്റയർ പ്രോഫിറ്റ് കിട്ടിയേനെ. ബട്ട് ദെൻ ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ട്രേഡിംഗ് എന്ന് പറയുമ്പം നമുക്ക് പൂർണ്ണമായി 100% ടോപ്പിലോ ബോട്ടമിലോ ഒന്നും നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. സോ അതങ്ങനെയാണ്, ദാറ്റ്സ് ഓക്കെ. ബട്ട് എന്തായാലും നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു. നമ്മുടെ എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഒരു സൈഡ് വേസ് മൊമെന്റോ അല്ലെങ്കിൽ ഒരു ഡിപ്പ് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആൻഡ് അതുപോലെ തന്നെ വന്നു. ഇവൻച്വലി മാർക്കറ്റ് എന്താണ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് ആ റേഞ്ചിൽ ക്ലോസ് ആಗಿ 19150 സ്ട്രാഡലേഴ്സിന് വേണ്ടിയുള്ളൊരു ഡേ ആയിട്ട് മാറുകയും ചെയ്തു. സോ ഇനി നമുക്ക് നാളത്തെ ദിവസം നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാം? നിഫ്റ്റിയുടെ നിങ്ങളുടെ ഡെയിലി ക്യാൻഡിൽ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ക്യാൻഡിൽ എന്താണ് നമുക്ക് ഒരു പാറ്റേൺ മനസ്സിലാവുന്നത്? പ്രത്യേകിച്ച് ഒരു ബുള്ളിഷ് മൊമെന്റോ ഒന്നുമില്ല. ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു അല്ലേ. ഈ പുൾ ബാക്കിന് ശേഷം നമ്മൾ എക്സാക്ട്ലി പ്രതീക്ഷിച്ച ഒരു സോണിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് അവിടെ നിന്നൊരു സെൽ ഓഫ് വന്നു. ഓൾമോസ്റ്റ് ഇതൊരു ലോവർ ഹൈ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ ക്ലോസ് കിട്ടാതെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ട്രേഡ് ഇല്ല. സോ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ബെയറിഷ് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇതൊരു സൈഡ് വേസ് മേ ബി 1 or 2 ക്യാൻഡിൽസ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തതിനു ശേഷം ഇതൊരു എന്ത് പാറ്റേൺ ആണ്? ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഫോം ചെയ്തിട്ട് ചിലപ്പോൾ ഈ ട്രെൻഡ് താഴോട്ട് കണ്ടിന്യൂ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഞാൻ എൻ്റെ ഒരു ലാർജർ ടൈം ഫ്രെയിമിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് പറയാനായിട്ട് ഒരു കാരണം കൂടെ ഉണ്ട്. അത് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യുന്ന ടൈമിൽ അതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ്. സോ നിഫ്റ്റിയിൽ ഇനിയാണെങ്കിലും നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്വിങ് എന്ന് പറയുന്നത് അറൗണ്ട് 19,050 റേഞ്ചിലാണ്. സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ഉണ്ട് അറൗണ്ട് 19,000 റേഞ്ചിൽ. സോ മാർക്കറ്റ് നാളെ ഒരു ദിവസം കൂടെ പ്രോബ്ലി ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം ഈ ഒരു ലോ റീടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത, ഇവൻച്വലി ഇത് ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ്. സോ നമുക്ക് നാളെ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഡിപ്പെൻഡ്സ് ഓൺ വെയർ നിഫ്റ്റി ഓപ്പൺസ്. നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആകുന്നെങ്കിൽ പ്രോബബ്ലി നേരത്തെ ആ ഒരു സെയിം റെസിസ്റ്റൻസിൽ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഹയർ ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്കറിയാം ഒരു 250 സോൺ ക്ലീൻ ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നവരെ നമ്മൾ ബുള്ളിഷ് മൊമെന്റത്തിന് വേണ്ടി നോക്കുന്നില്ല. വി വിൽ ലുക്ക് ഫോർ മീൻ റിവേർട്ടിംഗ് ട്രേഡ്സ്. അതെങ്ങനെയാണ് നോക്കേണ്ടത്? ഇൻ കേസ് ഈ ഒരു ടോപ്പിൽ നമുക്കൊരു എം പാറ്റേൺ വരികയാണെങ്കിൽ, ഒരു ലോവർ ഹൈ ലോവർ ലോ പാറ്റേൺ ആണെങ്കിൽ വി വിൽ പ്രിഫർ ടു സെൽ ദ മാർക്കറ്റ്. ഓക്കെ, അതിനുശേഷം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ട്രെൻഡിനെ ചേഞ്ച് ചെയ്ത് താഴോട്ട് പോകാനായിട്ടും ഈ ഗ്യാപ്പ് ഫിൽ ആവാനായിട്ടും അതോടൊപ്പം തന്നെ ഈ ഒരു മിനിമം ലെവൽ ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. റൈറ്റ്, സോ റൈറ്റ് നോ മാർക്കറ്റ് ഇസ് സ്റ്റിൽ സെൽ ഓൺ റൈസ് മോഡ്. സോ ആ ഒരു ട്രെൻഡിനോടൊപ്പം തന്നെ നമ്മൾ ട്രേഡ്സ് കൂടുതൽ പ്രിഫർ ചെയ്യണം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയിലെയും ഡെയിലി ക്യാൻഡിൽ ഫോം ആയിരിക്കുന്ന എന്താണ്? ക്ലാസിക് ഡോജി ക്യാൻഡിലാണ്. സോ അഗെയിൻ ഇൻഡിസിഷൻ ഇൻ ദ മാർക്കറ്റ്. ഇതൊരു സെൽ ഓഫ് ആയിരുന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഡൗൺ വന്നു, ഒരു ഇൻഡിസിഷൻ വന്നു, അതിനുശേഷം ഒരു ഗ്യാപ്പ് അപ്പ് വന്നു, ഇൻഡിസിഷൻ വന്നു. പ്രത്യേകിച്ച് ഒരു മൊമെന്റവും മാർക്കറ്റിലില്ല. ജസ്റ്റ് ഒരു ഓപ്ഷൻ സെല്ലേഴ്സ് മാർക്കറ്റ് ആണ് കറന്റ് റൺ ആവുന്നത്. ഇതൊരു ട്രെൻഡ് ആയിരുന്നു. അഗെയിൻ ഇതൊരു റീട്രേസ്മെന്റ് വന്നു. ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. ഇതൊരു ബെയറിഷ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. ഇതിന്റെ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലാർജർ ഡൗൺ സൈഡ് നമുക്ക് കാണാം. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണാമെങ്കിൽ ഇതിന് മുന്നേ ഇതൊരു ബുള്ളിഷ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആയിരുന്നു. അതായത് ഇതിന്റെ ഒറിജിനൽ ട്രെൻഡ് എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. അതിനുശേഷം ഒരു പ്രോപ്പർ സെൽ ഓഫ് ഒന്നുമില്ല, ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആണ്, മോർ ഓഫ് അക്യുമുലേഷൻ. അതിനുശേഷം ഇത് ബ്രേക്ക് ആയി മുമ്പോട്ട് പോകുന്നതാണ്. സോ ലൈക്ക് വൈസ് ഇതാണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലും. അത് പറയാനായിട്ട് ഒരു കാരണം കൊണ്ടുണ്ട്. അതിനായി നമ്മൾ FIDA ഡേറ്റ നോക്കാം. സോ അതിനു മുന്നേ നമുക്ക് എന്താണ്
ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലും കൂടെ നാളത്തെ ദിവസം എങ്ങനെ നമുക്കത് ഈ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നാളെ നമുക്ക് ഈ ഒരു സോൺ എന്താണ്, റെസിസ്റ്റൻസ് ആണ്. അപ്പം പ്രോബബ്ലി ഈവൻ ഇവിടെ ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണെങ്കിലും നമുക്ക് ഇവിടെ നിന്നൊരു വി വിൽ ലുക്ക് ഫോർ എ പാറ്റേൺ ലൈക്ക് ദിസ് ടു ട്രേഡ് ഡൗൺ സൈഡ് ടാർഗറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഒരു ചാനൽ ഫോർമേഷൻ ഉണ്ട്, ഈ ഒരു ചാനൽ ഫോർമേഷൻ ഉണ്ട്. സോ ഇതും ഈവൻ ഷോർട്ടർ ടൈം ഫ്രെയിമിൽ പോലും ഇതൊരു ബെയറിഷ് ഫ്ലാഗ് ആൻഡ് പോൾ ആണ്. സോ ഇതായിരുന്നു ട്രെൻഡ്. ഇതൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആണ്. ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബിഗർ ടാർഗറ്റ്സ് വിത്ത് ഡൗൺ സൈഡ്. ആൻഡ് ഫൈനലി നമുക്ക് FIDA ഡേറ്റയിലേക്ക് പോകാം. ഇതിനകത്താണ് എന്താണ് ഇന്നത്തെ ഇൻട്രാഡേ ഓവായി നോക്കിക്കഴിഞ്ഞാൽ പ്രിറ്റി മച്ച് ന്യൂട്രൽ, സെയിം എമൗണ്ട് ഓഫ് കോൾസ് ആൻഡ് പുട്ട്. ആൻഡ് സ്റ്റോക്കിൽ പിന്നെയും സെല്ലിംഗ് കണ്ടിന്യൂ ആവുകയാണ്. ഫ്യൂച്ചേഴ്സിൽ ഇന്ന് പിന്നെയും ഷോർട്ട് പൊസിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫ്യൂച്ചർ ഓവായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ഹ്യൂജ് ഫിഗർ നെഗറ്റീവ് ഡേറ്റയാണ് ഈ കാണുന്നത്. സോ ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് പിന്നെയും ഡൗൺ സൈഡിലേക്കുള്ളൊരു എക്സ്പെക്ടേഷനാണ് എൻ്റെ കണ്ടിന്യൂ ആവുന്നത്. ഈ 1-2 ദിവസത്തെ ഈ ഒരു കൺസോളിഡേഷൻ ഒരു സൈഡ് വേസ് മൂവ്മെന്റും നമ്മൾ മോറോലെസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു അല്ലേ. ഇത് കുറച്ചും കൂടെ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കാനും അതേ സമയത്ത് തന്നെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ ഷെയർസ് ഓഫ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഇതാണ് അനാലിസിസ്. ട്രേഡ് സേഫ്. ഗുഡ് ഡേ. താങ്ക് യു.